यह स्त्री सब कुछ जानती है, पिंजरे के बारे में, जाल के बारे में, യന്ത്രണാഗ്രഹവും കെ ബാരേമേ. കാത്യായനി എന്ന എഴുത്തുകാരിയുടെ സശക്തമായ വാക്കുകളാണ്. അവരുടെ തന്നെ ഈ സ്ത്രീ സേ ഡെറോ എന്ന കവിതയിലെ അംശമാണിത്. കാത്യായനിയുടെ മിക്ക കവിതകളും സ്ത്രീ പക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന കവിതകളാണ്. അവരുടെ സാത് ഭായിയോ കെ ബി ചമ്പ, ഇസ് പൗരുഷ്പൂൺ സമയമേ, അങ്ങനെ അവരുടെ മിക്ക കവിതകളും. ഈ ഒരു കവിതയും സിട്ടക്കിനിയും സ്ത്രീ വിഷയത്തെ ചൊല്ലിയുള്ളൊരു കവിതയാണ്. സിട്കിനി അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയുന്നത് സാഷ. നമ്മൾ ഡോറിൻ്റെ ലാച്ചില്ലേ, നമ്മൾ കതകും ജനലും ഒക്കെ അടയ്ക്കാൻ ഉപയോഗിക്കുന്ന, അകത്തുനിന്ന് അടയ്ക്കാൻ ഉപയോഗിക്കുന്ന ലാച്ചിനെയാണ് സിട്കിനി എന്ന് ഹിന്ദിയിൽ പറയുന്നത്. അത് ചട്കിനി, സിട്ടക്കിനി അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടും. ഒരു കൊളോക്കിയൽ വേർഡാണ്. അത് ഇവിടെ ഒരു ഇമേജായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഇമേജ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ സിട്കിനി അല്ലെങ്കിൽ ഈ ലാച്ച്, ഈ സാഷ, കതക് ജനലിൻ്റെയൊക്കെ സാഷ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളെ തന്നെ ഒരു മുറിയിൽ അടച്ച് പൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഡോറിൻ്റെ ലാച്ച് ഇടുന്നത്. ഇവിടെ ആ ലാച്ചിനെ നമ്മുടെ പരിമിതിയായിട്ടാണ് കവയത്രി ചിത്രീകരിച്ചിരിക്കുന്നത്. നമ്മൾ നമ്മെ തന്നെ, സ്ത്രീകളെ തന്നെ പുറം ലോകത്തിൽ നിന്ന് അകറ്റി നിർത്തി സ്വയം ഒരു അതിർവരമ്പ് വരച്ച് ഒതുങ്ങിക്കൂടുന്ന ഒരു മാനസികാവസ്ഥ സ്ത്രീയുടേതായ. ഒരു വശത്ത് പേട്രിയാക്കൽ സൊസൈറ്റിയിൽ പുരുഷൻ്റേതായ ഒരു മേധാവിത്വം കാരണം സമൂഹത്തിൽ സ്ത്രീയുടെ മുകളിൽ പല രീതിയിലുള്ള അരുതുകൾ, ഇത് ചെയ്യാൻ പാടില്ല, അങ്ങോട്ട് പോകാൻ പാടില്ല, അങ്ങനെ പല അരുതുകൾ പുരുഷൻ തീരുമാനിക്കുന്നു. മറുവശത്ത് കാത്യായനി പറയുന്നു, സ്ത്രീ സ്വയം ചില അതിർവരമ്പുകൾ വെച്ചിട്ട് ഈ സിട്കിനി ഉപയോഗിച്ച് കതക് പൂട്ടി അല്ലെ ജനൽ പൂട്ടി ഒരു മുറിയിൽ തന്നെ ഒതുങ്ങിക്കൂടുന്ന ഒരു പ്രകൃതം സ്ത്രീ കാണിക്കുന്നു. ആ ഒരു മെൻറ്റാലിറ്റി സ്ത്രീയുടേത് മാറേണ്ടതായിട്ടിരിക്കുന്നു. കാരണം ഈ ജനലുകളും കതകുകളും വെളിയിലുള്ള പ്രകാശവും വെളിയിലത്തെ സൗന്ദര്യവും പുറം ലോകവും അകത്തുള്ളവർക്ക് ആസ്വദിക്കാനുള്ളതുകൂടിയാണ്. അതുപോലെ തന്നെ യഥേഷ്ടം പുറത്തു പോകാനുള്ള സ്വാതന്ത്ര്യവും സ്ത്രീക്ക് വേണം. അവരുടേതായ സ്വപ്നങ്ങൾ നെയ്തെടുക്കാൻ പുറം ലോകമായിട്ടുള്ള ഒരു കണക്ഷൻ സ്ത്രീയായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ ഒരു മെൻ്റൽ ഒരു ബ്ലോക്ക് സ്ത്രീകളിൽ നിന്ന് മാറാൻ വേണ്ടിയാണ് ഈ രീതിയിലുള്ള സശക്തമായ കവിതകൾ കാത്യായനി എഴുതുന്നത്. ഈ സിട്കിനിയിലും അതുതന്നെയാണ് പറയുന്നത്. ഖാസി പരേശാനി ഹോത്തി ഹൈ ഇസ് ഛോട്ടി സി ദുഷ്ട ചീസ് കെ ബാരേ മേ സോച്തേ ഹുവേ. എനിക്ക് ഈ ഒരു കൊച്ചു കാര്യം, ഈ ഒരു സിട്കിനി ഒരു ചെറിയ സാധനമാണ്. ഡോറിൻ്റെ ലാച്ച് നമ്മൾ അകത്തുനിന്ന് പൂട്ടാൻ ഉപയോഗിക്കുന്ന ചെറിയൊരു സംഭവമാണ്. പക്ഷേ അതിനെപ്പറ്റി ആലോചിക്കുമ്പം എനിക്കതിനെ ഒരു ദുഷ്ട ചീജായിട്ട് തോന്നും. ദുഷ്ട മീൻസ് ഒരു ക്രൂര. എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നുന്നത്? ക്യോങ്കി ഹമേഷാ വോ ബാധ്യ കർത്തി ഹൈ മുझे अपने बारे में सोचने के लिए. ഈ കുറ്റിയിട്ട് നമ്മൾ അകത്തിരിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും ഈ ഒരു ചെറിയൊരു സാധനം, ഈ ഡോറിൻ്റെ ഈ ഒരു ലാച്ച്, ഈ ഒരു സിട്ടക്കിനി എന്നെപ്പറ്റി തന്നെ ആലോചിക്കാൻ ബാധ്യസ്ഥയാക്കുന്നു. കാരണം എന്താണ്? ജോ ബഹുത് കം ബദലി. ഈ ഒരു സിട്കിനി വളരെ കുറച്ച് മാറ്റമേ കാലാകാലങ്ങളിൽ ഇതിൻ്റെ ഷേപ്പിലും സൈസിലും ഒക്കെ ഉണ്ടായിട്ടുള്ളൂ. ഇതിൻ്റെ പ്രവൃത്തിയിലും വളരെ കുറച്ച് മാറ്റമേ ഉണ്ടായിട്ടുള്ളൂ. ബഹുത് കം ബദലി. ഹർ സ്ഥിതി കെ മുതാബിക് ഖുദ് കോ ഢാൽ ലിയ. ഹർ സ്ഥിതി കെ മുതാബിക്, മുതാബിക് മീൻസ് അനുസരിച്ച്, ഏത് സിറ്റുവേഷൻ, ഏത് സ്ഥിതിയുടെ അനുസരിച്ച്, ഏതൊരു സിറ്റുവേഷൻ അനുസരിച്ച് സ്വയം കോ ഢാൽ ലിയ. ഢാൽ ലിയ എന്ന് വെച്ചാൽ സ്വയം അതിനോട് അങ്ങ് ഇണങ്ങിച്ചേരുക. ഈ സിട്കിനിയിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. കാലാകാലങ്ങളായിട്ട് നമ്മളിത് ഡോറിൻ്റെ ലാച്ചായിട്ട് ഉപയോഗിക്കുന്നു. ഇതും സ്ത്രീയും ഞാനും തമ്മിൽ ഒരു സാമ്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്ത്രീയും അതുപോലെയാണ്. ബഹുത് കം ബദലി, വളരെ കുറച്ച് മാറ്റമേ ബേസിക്കലി സ്ത്രീകളിൽ ഉണ്ടായിട്ടുള്ളൂ. ഹർ സ്ഥിതി കെ മുതാബിക് ഖുദ് കോ ഢാൽ ലിയ. സ്ത്രീയും എല്ലാ സിറ്റുവേഷൻ അനുസരിച്ച് സ്വയം അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത്
തൻ്റെ ആവശ്യങ്ങളും തൻ്റെ സ്വപ്നങ്ങളും എല്ലാം മറച്ചു വെച്ച് സ്ത്രീ പൊതുവേ ചെയ്യുന്നത് ആ ഒരു കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്കനുസരിച്ച് തൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് തന്നെ അങ്ങ് മോൾഡ് ചെയ്യാണ് സ്ത്രീകൾ ചെയ്യുന്നത്. बहुत थोड़ी सी कुछ तब्दीलियों के साथ जीवित रही. തബ്ദീലിയ ചേഞ്ചസ്, വളരെ കുറച്ച് മാറ്റങ്ങളെ ഈ സിഡ്കിനിയിലും സംഭവിച്ചിട്ടുള്ളൂ, സ്ത്രീയിലും സംഭവിച്ചിട്ടുള്ളൂ, സ്ത്രീയായ എന്നിലും സംഭവിച്ചിട്ടുള്ളൂ. എന്നെപ്പോലുള്ള മറ്റ് സ്ത്രീകളിലും വളരെ കുറച്ച് മാറ്റമേ സംഭവിച്ചിട്ടുള്ളൂ. ജീവിത് രഹി അപ്നി പുരാതൻ മൗലികത കെ സാത്ത്. മൗലികത മീൻസ് ജെന്യൂനിറ്റി. മൗലിക് ആകുക എന്ന് വെച്ചാൽ ആ ഒരു ഒറിജിനലുള്ള ആ ജെന്യൂനിറ്റി. സ്ത്രീ എന്തായിരുന്നു എന്ന് വെച്ചാൽ സ്ത്രീ പണ്ടേ പുറകോട്ട് വലിയുന്ന ഒരു സ്വഭാവക്കാരിയായിരുന്നു. ആ ഒരു സ്വഭാവം, ആ ഒരു മൗലികത, ആ ഒരു ജെന്യുവിൻ സ്വഭാവം ഇതുവരെ മാറിയിട്ടില്ല. और वो अपने अति प्राचीन इतिहास के साथ रही. തൻ്റെ പാരമ്പര്യം, തൻ്റെ ഹിസ്റ്ററി, താൻ എങ്ങനെയായിരുന്നു, താൻ പുരുഷനെ അനുഗമിക്കുന്നവൾ, താൻ എല്ലാം സർവം സഹയായിട്ട് ക്ഷമിക്കുന്നവൾ, അങ്ങനെ ആ ഒരു സ്വഭാവം സ്ത്രീ കൊണ്ടു നടന്നു. ജൈസേക്ക് തിൽച്ചട്ട. അവസാനം സിഡ്കിനിയിൽ തുടങ്ങി. സിഡ്കിനിനെ സ്ത്രീയായിട്ട്, സ്ത്രീയുടെ പരിമിതികളായിട്ട് ഉപമിച്ചുകൊണ്ട് വന്ന് നിൽക്കുന്നത് തിൽച്ചട്ടയിലാണ്. തിൽച്ചട്ട എന്ന് പറയുമ്പോൾ പാറ്റ, നമ്മൾ ഈ കോക്രോച്ച് എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു സ്വഭാവമായിട്ടും സ്ത്രീക്ക് വളരെയധികം സാമ്യമുണ്ടെന്ന് കവയത്രി പറഞ്ഞു വയ്ക്കുകയാണ്. ഖാസി പരേശാനി ഹോത്തി ഹൈ ഇസ് ഛോട്ടി സി ദുഷ്ട ചീസ് കെ ബാരെ മേ സോച്ചത്തെ ഹുവേ जो हमेशा बाध्य करती है मुझे अपने बारे में सोचने के लिए. എനിക്ക് എന്നെപ്പറ്റി തന്നെ ആലോചിക്കാൻ ഒരവസരം നൽകുകയാണ് ഈ സിഡ്കിനി. ഈ ഒരു ചെറിയ സാധനം കാണുമ്പം എനിക്കിതിനെ ദുഷ്ട എന്ന് വിളിക്കാൻ തോന്നും. കാരണം എന്താണ്? ഇത് കാണുമ്പം എന്നെപ്പോലെ തന്നെയാണല്ലോ ഇതിൽ ഒരു മാറ്റവും ഇല്ലല്ലോ എന്നെനിക്ക് തോന്നിപ്പോവുകയാണ്. കാരണം എന്താണ്? ഈ ബേഹദ് പുരാനി ചീസ് ഹേ, വല്ലാതെ പഴക്കമുള്ള ഒരു ഐറ്റമാണിത്. ജോ ബഹുത് കം ബദലി, ഒരു മാറ്റവുമില്ല. ഹർ സ്ഥിതി കെ മുതാബിക് ഖുദ് കോ ഢാൽ ലിയ. ഢാൽ ലിയെന്ന് വെച്ചാൽ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അങ്ങ് ഇണങ്ങിച്ചേരുക, മോൾഡായി പോവുക. അപ്പം എല്ലാ സിറ്റുവേഷൻ അനുസരിച്ചും ഈ സ്ത്രീയായ ഞാൻ, എന്നെപ്പോലുള്ള മറ്റ് സ്ത്രീകൾ സിറ്റുവേഷൻ അനുസരിച്ച് അങ്ങ് മോൾഡായി പോവുക, സിറ്റുവേഷൻ അനുസരിച്ച് അങ്ങ് അതിനോടങ്ങ് ഇണങ്ങി ചേരുക. बहुत थोड़ी सी कुछ तब्दीलियों के साथ जीवित रही अपनी पुरातन मौलिकता और अति प्राचीन इतिहास के साथ जैसे कि तिलचट्टा. അപ്പോൾ ഈ തിൽച്ചട്ടായിട്ട് കമ്പയർ ചെയ്യുന്നത് നമുക്കിവിടെ എടുക്കാം. ഈ പാറ്റയുടെ ഒരു പ്രത്യേകത, കോക്രോച്ചിൻ്റെ പ്രത്യേകത, ഒളിഞ്ഞും പാത്തുമാണ് അത് പാവം ജീവിക്കുന്നത്. പകൽ സമയത്ത് ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്തൊന്നും അതിനെ കാണാറില്ല. അത് രാത്രിയിൽ ആരുമില്ലാത്ത സമയത്താണ് അത് ഭക്ഷണം തേടി ഇറങ്ങുന്നത്. അപ്പോൾ ആ തിൽച്ചട്ടയുടെ ഒരു പ്രത്യേകതയുണ്ട്. അതിന് മതിലിലൂടെ നടക്കാം, പറക്കാം, അതിന് കഴിവുകളുണ്ട്. പക്ഷേ സ്ത്രീയെ പോലെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇറങ്ങി പ്രവർത്തിക്കാനോ. ഇപ്പോൾ ഈ ഒരു കവിത നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങളെപ്പോലുള്ള കോളേജിൽ പോകുന്ന പെൺകുട്ടികൾക്ക് ഒരുപക്ഷെ അതൊരു അതിശയമായിട്ട് തോന്നാം, അതിശോക്തിയായിട്ട് തോന്നാം. പക്ഷേ മെജോറിറ്റി സ്ത്രീകൾക്ക് ഇപ്പോഴും ഈ ഒരു ചില ബേസിക് അവകാശങ്ങൾ പോലും ഇപ്പോഴും നിഷേധിക്കപ്പെടുന്നുണ്ട്. നമ്മൾ കോളേജിൽ പോകുന്നു, നമ്മൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്, നമുക്കൊക്കെ ആ ഒരു ഫ്രീഡം ലെവൽ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു പാഷൻ, നമ്മുടെ ഒരു പ്രൊഫഷൻ നമ്മൾ ചെയ്യാൻ നമ്മളെ കുടുംബം അനുവദിക്കുന്നു. നമ്മൾ അങ്ങനത്തെ ഒരു സൊസൈറ്റിയിൽ ജനിച്ചു. അതൊക്കെ ഒരു വല്ലാത്തൊരു ഭാഗ്യമാണ്. ഇപ്പോഴും നോർത്ത് ഇന്ത്യയിൽ പല കുടുംബത്തിലും സ്ത്രീകൾക്ക് ജോലിക്ക് പോകാൻ അവസരം നിഷേധിക്കപ്പെടുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല. പിന്നെ നമ്മൾ പേപ്പറിൽ നിത്യേന വായിക്കുന്നുണ്ടല്ലോ, ഈ ഇപ്പോഴത്തെ പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാനിലെ സിറ്റുവേഷൻസ് എല്ലാം, താലിബാനിൽ, അവിടെയൊക്കെ നമ്മൾ കാണാം സ്ത്രീകളെ തന്നെ കോളേജിലേ വരേണ്ട പെൺകുട്ടികൾ, ടീച്ചേഴ്സ്, ലേഡി ടീച്ചേഴ്സ് വരേണ്ട കാര്യമില്ല. അങ്ങനെ സ്ത്രീകൾക്ക് ഇന്നും പല രാജ്യങ്ങളിൽ ഡ്രൈവ് ചെയ്യാൻ പാടില്ല. കാരണം ഡ്രൈവിങ് എ വെഹിക്കിൾ എന്ന് പറയുമ്പം ഇറ്റ്സ് ലിബറേറ്റിംഗ് എ വുമൺ. അപ്പോൾ അത് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഫേസ് കാണിക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്താൽ ആസിഡ് ഒഴിക്കും ഫേസിൽ. ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട് നമ്മളറിയാത്ത. ഇസ്ലാമിക് ഫെമിനിസ്റ്റ് നോവൽസൊക്കെ വായിച്ചാൽ നമ്മൾ വളരെയധികം വിഷമിച്ചു പോകും. അപ്പോൾ ആ ഒരു അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടാണ് കാത്യായനി സ്ത്രീകളോട് തനിക്ക് ആ നിഷേധിക്കപ്പെട്ട ആ ഒരു അവസരം
ഒരു വശത്ത് പുരുഷൻ നിഷേധിക്കുന്നു, മറുവശത്ത് സ്വയം സ്ത്രീകൾ തന്നെ വേണ്ടാന്ന് വെക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറണം എന്നുള്ളൊരു പ്രചോദനമാണ് ഈ സിഡ്കിനി എന്ന കവിത നൽകുന്നത്. പാറ്റയ്ക്കും തൻ്റേതായ കഴിവുകളുണ്ട്, പക്ഷേ അത് ഒളിഞ്ഞും പാത്തുമേ ചെയ്യുന്നത് പോലെ. കാരണം പകൽ സമയത്ത് ഇറങ്ങിയാൽ അതിൻ്റെ മരണം സുനിശ്ചിതമാണ്. നമ്മൾ പാറ്റയെ കണ്ട ഉടനെ നമ്മൾ അടിച്ച് കൊല്ലും. ആ ഒരു സിറ്റുവേഷനാണ് സ്ത്രീയുടേത്. ഒരു തിൽച്ചട്ടയെ പോലെ, അല്ലെങ്കിൽ ഒരു സിഡ്കിനി പോലെ, ഒരു ഡോറിൻ്റെ ലാച്ച് പോലെയാണ്. അടച്ചകത്തിരിക്കുക, അങ്കിൽ ഭദ്രം, എങ്കിൽ എല്ലാവരും ഹാപ്പി. ആ ഒരു കാര്യമാണ് ഇവിടെ നിഷേധിക്കപ്പെടുന്നത്. ആ ഒരു കാര്യമാണ് സ്ത്രീക്ക് നിഷേധിക്കപ്പെടുന്നത്. അത് നിഷേധിക്കപ്പെടരുത് എന്നുള്ള ഒരു ആഹ്വാനമാണ് ഈ കവിത. കുണ്ടോ ഓർ താലോനെ ബഹുത് അധിക് ബദലാ ഹൈ അപ്നെ ആപ് കോ. ഇതേപോലെ തന്നെ ഡോർ അടയ്ക്കുന്ന ഒരു പ്രോസസ്സിൽ ഏർപ്പെടുന്ന ഒരു കാര്യമാണ് കുണ്ടോ ഓർ താലോം. കുണ്ടോ എന്ന് വെച്ചാൽ ഈ കാണുന്ന പോലത്തെ നമ്മൾ അടയ്ക്കുന്ന ഡോർ അടയ്ക്കാൻ ഉപയോഗിക്കുന്ന സാധനം. അത് നമ്മൾ നേരത്തെ കാണിച്ച സിഡ്കിനിയെ പോലെ തന്നെയുള്ള പർപ്പസ് തന്നെയാണ്. പക്ഷേ അതിനൊരു എക്സ്ട്രാ ഓപ്ഷനുണ്ട്. അതിന് ലോക്ക് ഇടാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അപ്പം ഇവിടെ ഈ കവിതയിൽ കുണ്ടോ ഓർ താലോനെ ബഹുത് അധിക് ബദലാ ഹൈ അപ്നെ ആപ് കോ. ഇവിടെ ഈ കുണ്ടോ ഓർ താലോ സേ കവയിത്രി പുരുഷന്മാരുടെ ഒരു അതാണ് പറയുന്നത്. അവർക്ക് കുറേ ഓപ്ഷനുണ്ട്. അവർക്ക് സ്വയം വെളിയിൽ പോകാം, മറ്റുള്ളവരെ താല കൊണ്ട് അടച്ചിടാം, ലോക്ക് ചെയ്യാം. ഈ രണ്ട് ഓപ്ഷനുമുള്ള പുരുഷന്മാർ കാലാകാലങ്ങളിൽ ഒരുപാട് മാറ്റം അവരുടെ ജീവിതത്തിൽ വന്നു. കുണ്ടോ ഓർ താലോനെ बहुत अधिक बदला है अपने आप को. സിഡ്കനിയ കമോബേഷ് വൈസി ഹി രഹി ജൈസി വേ ഥി. പക്ഷേ ഈ സിഡ്കനിയ അതേപോലെ തന്നെ ജൈസേ വേ ഥി വൈസേ ഹി രഹി. ബസ് കുച്ച് ഓർ സുന്ദർ സുഘड़ हो गई, कुछ और नाजुक, ज़्यादा से ज़्यादा छोटी, ज़्यादा से ज़्यादा प्रभावी. പിന്നീട് കാത്യായനി പറയാണ്, സിഡ്കനിയിൽ മാറ്റം വന്നില്ല എന്ന് തീർത്തും പറയാനും പറ്റില്ല. സ്ത്രീകളിൽ മാറ്റം വന്നില്ല എന്ന് തീർത്തും പറയാൻ പറ്റില്ല. എന്താണ്? ജൈസേ വേ ഥി ഉസ്സേ തോടി ബദലാവായാ ഹെ, ബസ് കുച്ച് ഓർ സുന്ദർ സുഘഡ് ഹോ ഗയി. അല്പം ബ്യൂട്ടിഫുള്ളായി. സിഡ്കിനി നമുക്ക് പഴയ സിഡ്കിനി ആണെങ്കിൽ, പഴയ ലാച്ചാണെങ്കിൽ ഇരുമ്പിൻ്റെ സാധാ ലാച്ചാണ് നമ്മൾ സാഷ എന്ന് പറയും, നമ്മൾ ഡോറൊക്കെ അടയ്ക്കാൻ ഉപയോഗിക്കുന്നത് അല്ലേ. പക്ഷേ പിന്നീട് അത് നല്ല കോപ്പറിൽ വന്നു, ബ്രാസിൽ വന്നു, പല പല ഷേപ്പിൽ വന്നു. കുച്ച് ഓർ നാജുക്ക്, നല്ല ഡെലിക്കേറ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സിഡ്കിനിയുണ്ട്, ചെറിയ സാഷയുണ്ട്. ജാദാ സേ ജാദാ ചോട്ടി, ജാദാ സേ ജാദാ പ്രഭാവി. പല പല സൈസിൽ നമ്മളതിനെ ചരിച്ചും വെക്കാൻ, നേരെയും വെക്കാൻ ഡോറിൽ. പിന്നെ പല മോഡലിൽ വന്നു. എന്നുവെച്ചാൽ മാറ്റം സ്ത്രീക്ക് വന്നില്ലെന്നല്ല, പക്ഷേ അത് വെറും ബാഹ്യമായ മാറ്റമാണ് കൂടുതലും വന്നത്. കൂടുതൽ ഭംഗിയായിരുന്ന സ്ത്രീ, കൂടുതൽ മേക്കപ്പ് ചെയ്യുന്ന സ്ത്രീ, കൂടുതൽ തൻ്റെ ശരീര സൗന്ദര്യം കാണിക്കുന്ന സ്ത്രീ, അതിൽ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ पर इसलिए नहीं बल्कि इसलिए बुरी होती है सिडकिनियाँ कि वे हमेशा दरवाज़ों खिड़कियों पर भीतर से लगाई जाती हैं. അപ്പോൾ എനിക്ക് ഈ സിഡ്കിനികളോട് ദേഷ്യമുള്ളത്, എനിക്ക് സിഡ്കിനിയെ ഞാൻ ദുഷ്ട എന്ന് വിളിക്കുന്നത് ഇവരുടെ രൂപം മാറി ഭംഗിയായി വന്നു അതുകൊണ്ടല്ല. ഞാനിവരെ ഈ ദുഷ്ട എന്ന പ്രയോഗം നടത്തുന്നത് ഈ സിഡ്കിനികളെ അവർ രൂപം മാറി വന്ന് അവർ കൂടുതൽ അട്രാക്റ്റീവായിട്ട് വന്ന് അതുകൊണ്ടല്ല. അതുകൊണ്ടല്ല ദേഷ്യം. എനിക്കെന്താണ് ദേഷ്യം? कि वे हमेशा दरवाज़ों खिड़कियों पर भीतर से लगाई जाती हैं. അവരെപ്പോഴും ഡോറിൻ്റെ അകത്തിൽ നിന്നാണ് അവരെത്ര രൂപമാറ്റം വന്നെങ്കിലും അവർക്ക് പുറത്തിറങ്ങാനുള്ള അവസരം കിട്ടിയില്ല. ഡോറിൻ്റെ വെളിയിൽ സാഷ നമ്മൾ ഇടാറില്ല, കാരണം അതിന് ലോക്കിൻ്റെ ഓപ്ഷൻ ഇല്ല. അപ്പം നമ്മളെപ്പോഴും ഭീതർ സേ ഹി ലഗാത്തേ ഹെ. അപ്പോൾ സ്ത്രീ തൻ്റെ രൂപം മാറി കുറച്ച് മേക്കപ്പൊക്കെ ചെയ്ത് മോഡേൺ ആയെന്നൊക്കെ കാണിച്ചിട്ട് കാര്യമില്ല. മാനസികാവസ്ഥ സ്ത്രീയുടെ മാറേണ്ടി ഇരിക്കുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഈ സിഡ്കിനി കാണുമ്പം, ഈ ഒരു ചെറിയ സാധനമാണെങ്കിലും വോ മുझे പരേഷാൻ കർത്തി ഹെ, എന്നെ അത് ഡിസ്റ്റർബ് ചെയ്യും. ആ സാധനം കാണുമ്പം എനിക്ക് എൻ്റെ അസ്തിത്വം, ഒരു സ്ത്രീയുടെ അസ്തിത്വം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തെളിഞ്ഞു വരും. ഇതിനെപ്പോലെ തന്നെയാണല്ലോ നമ്മൾ എന്നെനിക്ക് തോന്നിപ്പോകും. എന്നുവെച്ചാൽ അന്നും ഇന്നും ഡോറിൻ്റെ ഉൾഭാഗത്തിൽ തന്നെ ഇരിക്കാൻ വിധിക്കപ്പെട്ടവൾ, ഒരു മാറ്റവും ഇല്ല. പിന്നെ ഷേപ്പിലും സൈസിലും ഒക്കെ അല്പം മാറ്റം വന്നിട്ടുണ്ട്, പക്ഷേ എന്ത് പ്രയോജനം? അതൊക്കെ വെറും ബാഹ്യമായ ഒരു മാറ്റം മാത്രമേ സ്ത്രീക്ക് വന്നിട്ടുള്ളൂ.
खासी परेशानी होती है इस छोटी सी दुष्ट चीज के बारे में सोचते हुए, जो हमेशा बाध्य करती है मुझे अपने बारे में सोचने के लिए। वैसी ही एक बेहद पुरानी चीज़ जो बहुत कम बदली, हर स्थिति के मुताबिक खुद को ढाल लिया, बहुत थोड़ी सी कुछ तब्दीलियों के साथ जीवित रही, अपनी पुरातन मौलिकता और अति प्राचीन इतिहास के साथ, जैसे कि तिलचट्टा। कुंडों और तालों ने बहुत अधिक बदला है अपने आप को, सिटकनियाँ कमोबेश वैसी ही रहीं जैसी वे थीं, बस कुछ और सुंदर सुघड़ हो गई, कुछ और नाजुक, ज़्यादा से ज़्यादा छोटी, ज़्यादा से ज़्यादा प्रभावी। पर इसलिए नहीं, बल्कि इसलिए बुरी होती है सिटकनियाँ कि वे हमेशा दरवाज़ों खिड़कियों पर भीतर से लगाई जाती है। ताले कुंडे बाहर भीतर दोनों तरफ लगाए जा सकते हैं, सिटकनियाँ दरवाज़ों को सिर्फ भीतर से ബന്ദ് കർത്തി ഹെ. കണ്ടോ, ഇതാണ് മാറ്റം. താലെ, ഇതാണ് വ്യത്യാസം. താലെ കുണ്ടേ ബാഹർ ഭീതർ ദോനോ തരഫ് ലഗായെ ജാ സക്തേ ഹെ. ഈ താല കുണ്ട ഇത് രണ്ടും ഡോറിൻ്റെ വെളിയിലും വെക്കാൻ പറ്റും, അകത്തും വെക്കാൻ പറ്റും, രണ്ടിടത്തും വെക്കാനുള്ള ഓപ്ഷനുണ്ട്. പുരുഷന് ബാഹ്യലോകവുമായിട്ട് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കറങ്ങാനുള്ള അവസരമുണ്ട്, തൻ്റെ സ്വപ്നങ്ങൾ നേടാനുള്ള അവസരമുണ്ട്. പുരുഷന് ബാഹ്യലോകമായിട്ട് കട്ട് ഓഫായി തൻ്റെ പേഴ്സണൽ സ്പേസിൽ ഇരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഇരിക്കാനുള്ള അവകാശവും ഉണ്ട്. അതാണ് താലെ ഓർ കുണ്ടേ. അത് ബാഹർ ഓർ ഭീതർ ദോനോ ലഗായെ ജാ സക്തേ ഹെ. പക്ഷേ സിട്കനിയാ സ്ത്രീയാ कैसी हैं, दरवाज़ों को सिर्फ भीतर से बंद करती हैं. इनकी मदद से हम खुद को कैद करते हैं बंद दरवाज़ों के पीछे. ഹം ഖുദ് കോ കേദ് കർത്തേ ഹെ. അതാണ് അവിടുത്തെ ആ ഒരു സ്ട്രൈക്കിംഗ് സെൻറ്റൻസ്. ഈ സിട്കനിയ കൊണ്ട് നമ്മൾ നമ്മെ തന്നെ കേദ് ചെയ്യാണ്. കേദ് ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ തന്നെ ഇംപ്രസൻ ചെയ്യാണ്, നമ്മളെ തന്നെ ബന്ധസ്ഥനാക്കുകയാണ്. सिटकनियाँ हमारी खिड़कियों से रंगों गंधों का प्रवेश वर्जित करती हैं. ये सिटकनियाँ यही सिटकनियाँ हमारी खिड़कियों से, നമ്മുടെ വിൻഡോസ്, ഇതുപോലെ തന്നെ ഡോറ് പോലെ തന്നെ ഡോറിൻ്റെ ഒരു ഓപ്ഷന് ഡോറും വിൻഡോയും രണ്ടും വെളിയിൽ നിന്നുള്ള പ്രകാശവും സൂര്യപ്രകാശവും വെളിച്ചവും വായു സഞ്ചാരവും എല്ലാം നമുക്കുള്ളിലേക്ക് തരുന്നു. പക്ഷേ ഡോറും വിൻഡോയും തമ്മിലുള്ള ഓരോ ഓപ്ഷൻ വ്യത്യാസം എന്താണ്? ഡോറിൽ കൂടെ നമുക്ക് ഇറങ്ങി പുറത്തു പോവാം, വിൻഡോ അതിനുള്ള ഓപ്ഷൻ ഇല്ല. പക്ഷേ വിൻഡോയിൽ എന്താണ്? ബാഹ്യ രംഗോ ഓർ ഗന്ധോ കാ പ്രവേശ് ഹമേ മിൽത്താ ഹെ. പക്ഷേ ഈ സിട്കനിയ വിൻഡോകളിലും കയറി അടച്ച് ഈ സിട്കനിയ നമ്മുടെ ജനാലകളിലൂടെ നമുക്ക് കിട്ടേണ്ട കാഴ്ചകൾ, മനോഹരമായ ബാഹ്യമായ കാഴ്ചകൾ പോലും നമുക്ക് നിഷേധിക്കപ്പെടുന്നു ഈ സിട്കനിയ കാരണം. यह छोटी सी दुष्ट चीज़ हमें अकेला करती है, छोड़ देती है हमें जीने के लिए हमारी तुच्छता और कायरता के साथ तन्हा. ये जो छोटी सी चीज़ है, जो एक दुष्ट चीज़ है, हमें एकदम अकेला करती है, छोड़ देती है हमें जीने के लिए हमारी तुच्छता और कायरता के साथ. हमारी तुच्छता और कायरता के साथ. നമ്മുടെ ഈ ഒരു തുച്ഛത എന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഒരു ശൂന്യത, നമ്മുടെ ജീവിതത്തിലെ ഒരു നഗണ്യത, ഒരു ഇല്ലായ്മ, അതുമായിട്ട് ജീവിക്കാൻ, അതുമായിട്ട് പൊരുത്തപ്പെടാൻ ഈ സിട്കനിയ നമ്മളെ ബാധ്യസ്ഥയാക്കുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഈ സിട്കനിയെ കാണുമ്പം ദേഷ്യം വരുന്നത്. ഇത് ജനലുകളിൽ കയറി പിടിച്ച് ജനലുകൾ കുറ്റിയിട്ട് നമ്മുടെ ബാഹ്യ കാഴ്ചകൾ തടസ്സപ്പെടുത്തുന്നു. അതുപോലെ ഡോറുകളിൽ ഇത് കയറി അടച്ച് നമ്മെ ഉള്ളിലേക്കങ്ങ് നമ്മളെ റൂമിൻ്റെ ഉള്ളിലേക്ക് തന്നെ അങ്ങ് ബന്ധസ്ഥ ആക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് ഈ സിട്കനിയെ കാണുമ്പം ഞാൻ ബേഹദ് പരേഷാനാവുന്നത്, ഞാൻ ഡിസ്റ്റർബ്ഡ് ആവുന്നത്. അതുപോലെ ഞാൻ ഇതിനെ ദുഷ്ടെന്ന് വിളിക്കുന്നതും അതുകൊണ്ടാണ്. കാരണം ഇത് സ്വയം നന്നാവില്ല, ഇതിനൊരു മാറ്റവുമില്ല. അന്നും ഇന്നും ഇതിൻ്റെ പ്രവർത്തനം ഒന്ന് തന്നെ. അതേപോലെ തന്നെ സ്ത്രീയുടെ സ്വഭാവത്തിലും വലിയ മാറ്റമൊന്നുമില്ല. അതുകൊണ്ട് എനിക്കത് കാണുമ്പോൾ എന്നെ തന്നെ ഓർമ്മ വരും. എൻ്റെ എക്സിസ്റ്റൻസിൻ്റെ എൻ്റെ ജീവിതം തന്നെ ഒരു ചോദ്യചിഹ്നമായി എനിക്ക് തോന്നും. എൻ്റെ ജീവിതം എന്ന കവിത്രി ഉദ്ദേശിക്കുന്നത് സ്ത്രീകളുടെ ജീവിതം. सबसे अधिक परेशानी पैदा करने वाली बात शायद यह है
कि सिटकनियों के खिलाफ लड़ाई खुद अपने ही खिलाफ एक कठिन लड़ाई है. ഏറ്റവും വലിയ പ്രോബ്ലം എന്താണ്? നമ്മൾ ഇനിയും ഇതിൻ്റെ സൊല്യൂഷൻ ഒരു പ്രോബ്ലമാണെന്ന് പറഞ്ഞു. സ്ത്രീകളുടെ ജീവിതം ഒരു പ്രോബ്ലമാണെന്ന് കവയിത്രി പറഞ്ഞു. ആ പ്രോബ്ലം എന്താണ്? നമ്മൾ ബാഹ്യ ലോകത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നില്ല. നമ്മൾ സ്വയം അടച്ചു പൂട്ടി മുറിയിലേക്ക് ഉൾവലിയുന്നു. ഇനി അതിൻ്റെ സൊല്യൂഷൻ വേണമല്ലോ. സൊല്യൂഷൻ എന്താണ്? ഖുദ് അപ്നെ ഹി ഖിലാഫ് ലഡായി. നമ്മൾ നമ്മോട് തന്നെ, നമ്മുടെ മാനസികാവസ്ഥയോട് തന്നെ നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടി ഇരിക്കുന്നു. അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതല്ല, നമ്മുടെ മനസാക്ഷിയായിട്ട് തന്നെ യുദ്ധം ചെയ്യുമ്പോൾ അതല്പം കടന്ന കൈയായിരിക്കും. അതിന് ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. കാരണം നമ്മൾ ഇപ്പോൾ ഒരു ചെറിയ കാര്യം, നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ചുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള ഒരു വസ്ത്രം ധരിക്കാനോ ഒരു ആഭരണം ധരിക്കാനോ, അപ്പോൾ അത് കുടുംബത്തിലുള്ളവരെന്ത് പറയും, മക്കൾക്ക് ഇഷ്ടപ്പെടുമോ, ഭർത്താവിന് ഇഷ്ടപ്പെടുമോ, അല്ലെ നാട്ടുകാരെന്ത് പറയും, അങ്ങനെ ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ സ്ത്രീയുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. ഇഷ്ടമുള്ളൊരു പാഷൻ ഫോളോ ചെയ്യാൻ, ഒരു ജോലിക്ക് പോകാൻ, അല്ലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, എന്തെങ്കിലും ഒരു പ്രൊഫഷനിലേക്ക് ഏർപ്പെടാൻ, അതിനുള്ള ഒരു പ്രചോദനം, എപ്പോഴും ഒരു ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലാതെ ഒരു കാര്യം ചെയ്യാൻ സ്ത്രീകൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഈ ഒരു ലഡായി ഖുദ് അപ്നെ ഖിലാഫ്, സ്ത്രീകൾക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല. കാരണം പല മേഖലകളിലും സ്ത്രീകൾ ഇറങ്ങിത്തിരിച്ചപ്പം പുരുഷനൊപ്പം കഴിവ് തെളിയിച്ച ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പോൾ കഴിവില്ലാത്തതിൻ്റെ അല്ല, ഈ ലഡായി ഖുദ് അപ്നെ ആപ് സേ ഹെ, നിങ്ങളോട് തന്നെ ഒരു ഫൈറ്റാണ്. കഴിവുള്ളവരെല്ലാം ആ ഒരു പാഷൻ ഫോളോ ചെയ്ത് തൻ്റെ ജീവിതം മുന്നോട്ട് നീങ്ങാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കണം എന്നുള്ളൊരു ആഹ്വാനമാണ്. അത് സിട്കിനിയെ പോലെ നിങ്ങളെ തന്നെ ഒരു മുറിയിൽ അടച്ചിട്ടിട്ട് ഭദ്രമായിട്ടിരിക്കേണ്ടവരല്ല എന്നുള്ളൊരു ആഹ്വാനമാണ് കാത്യായനി ഈ കവിതയിലൂടെ നൽകുന്നത്. കാത്യായനിയുടെ ഇതിനേക്കാൾ ഫേമസ് കവിതയാണ് ഈ സ്ത്രീ സേ ഡറോ. ഈ സ്ത്രീയെ നിങ്ങൾ പേടിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള അവരുടെ കവിതയുടെ ഒരു അംശമാണ് ഞാൻ നേരത്തെ ഈ വീഡിയോയുടെ ഓപ്പണിങ്ങിൽ ചൊല്ലിയത്. യഹ സ്ത്രീ സബ് കുച്ച് ജാൻതി ഹൈ, ഈ സ്ത്രീ എല്ലാം അറിയുന്നവളാണ്. പിഞ്ചറേ കെ ബാരേമേ, പിഞ്ചറ എന്ന് വെച്ചാൽ എന്താണ്? കേജ്, ഒരു കൂട്, കിളിക്കൂട്. കൂടിൻ്റെ അകത്ത് അകപ്പെട്ടവൾ എങ്ങനെയാണോ അത് ഈ സ്ത്രീക്കറിയാം. ജാൽ കെ ബാരേമേ, അതുപോലെ വേട്ടക്കാർ വല വീശുന്ന ആ ഒരു വല, പുരുഷന്മാരാൽ വല എറിയപ്പെടുന്നു. ഇവരുടെ ഫ്രീഡം, വല എന്തിൻ്റെ പ്രതീകമാണ്? വലയും പിഞ്ചടയും എല്ലാം ബന്ധനസ്ഥരാവുന്നതിൻ്റെ പ്രതീകമാണ്, നമ്മുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നതിൻ്റെ. അപ്പോൾ ഈ സ്ത്രീ സബ് കുച്ച് ജാൻതി ഹെ എന്നാണ് കാത്യായനി പറയുന്നത്. പിഞ്ചറേ കെ ബാരെ മേ ജാൻതി ഹെ, ജാൽ കെ ബാരെ മേ ജാൻതി ഹെ, യന്ത്രണാഗ്രഹോ കെ ബാരെ മേ. ഇതുപോലെ വലയിട്ട് പിടിച്ച് കൂട്ടിലകപ്പെട്ട് യന്ത്രണാഗ്രഹങ്ങളിൽ, എവിടെ നമ്മളെ വീടുകളാകാം, അത് സ്ത്രീകളുടെ യന്ത്രണാഗ്രഹങ്ങൾ ചിലപ്പം വീടുകൾ തന്നെയാകാം. വളരെയധികം വയലൻസും വളരെയധികം മാനസിക സംഘർഷവും നേരിടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവർക്ക് യന്ത്രണാഗ്രഹം അവരുടെ വീട് തന്നെയാണ്, അവരുടെ കുടുംബം തന്നെയാണ്. അപ്പോൾ കുടുംബത്തിൽ തന്നെ അങ്ങനെ നേരിടുമ്പോൾ നാച്ചുറലി അവർക്ക് പുറത്തു പോയി ആരോടും പരാതിപ്പെടാൻ ഉള്ള അവസരം, പരാതിപ്പെട്ടാൽ തന്നെ അവർക്ക് തന്നെ അത് നാണക്കേടാണ്. കാരണം വേറെ എങ്ങൊന്നും അല്ല, അവരുടെ ഫാമിലിയിൽ തന്നെ അവരൊരു യന്ത്രണാഗ്രഹത്തിൽ ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പോൾ ഈ സ്ത്രീ സെ ഡറോ എന്നാണ് കാത്യായനിയുടെ കവിത. യഹ സ്ത്രീ സബ് കുച്ച് ജാൻതി ഹെ, പിഞ്ചറേ കെ ബാരേ മേ, ജാൽ കെ ബാരേ മേ, യന്ത്രണാഗ്രഹോ കെ ബാരേ മേ. ഇതവരുടെ ഈ സ്ത്രീ സെ ഡറോ എന്ന കവിതയിലെ അംശമാണ്. സോ ഐ ഫീൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും സിട്കിനി കവിതയുടെ ഭാവം. സോ അൺടിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ, ഇറ്റ്സ് ബൈ ഫ്രം ഹിയർ.